കൂട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലത്തിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കണ്ണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം സുധി ജോലി അന്വേഷിച്ചിറങ്ങി നടക്കുവാണ്. അപ്പൊ എവിടെയെങ്കിലും എന്തേലും ഒരു ജോലി കിട്ടുവാണ് നല്ല കാര്യമാണെന്നോർത്ത് കുറെ ഇന്റർവ്യൂ ഒക്കെ പോയി അറ്റൻഡ് ചെയ്യാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, സുധിയുടെ അഹങ്കാരത്തിന് സുധിക്ക് ഒരിടത്തൊന്നും ജോലി കിട്ടിയില്ല. പിന്നീട് സുധി ഇറങ്ങി നടക്കുക. എന്റെ ഭഗവാനെ, ജോലിയില്ലെന്നും പറഞ്ഞ് എങ്ങനെ വീട്ടിലേക്ക് എന്ന് കയറും. ഇനിയിപ്പൊ ശ്രുതിയോട് കള്ളത്തരം പറയാനും പറ്റില്ല. ഇത്രയും നാളെ അവളെ പറ്റിച്ച് പാർക്കിൽ കൂടെ ഒക്കെ പോയി നടന്നു. പക്ഷെ ഇനിയിപ്പോൾ അത് പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സുധി ഇങ്ങനെ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ കയറി ഇരിക്കുവാണ്. എന്തെങ്കിലും ഒരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. പക്ഷെ ഒരിടത്ത് ചെന്നിട്ട് തൻ്റെ ഈ ക്വാളിഫിക്കേഷനുള്ള അത്ര നല്ല ജോലിയൊന്നും ഇതിനായിട്ട് തനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു ചിന്ത ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു സങ്കടമായിരുന്നു. ഈ സമയം ശ്രുതി മുറി വിഷമിച്ചിരിക്കുക. അപ്പൊ ശ്രുതിയുടെ അടുത്തേക്ക് വർഷം വരുവാണ്. വർഷം വന്നിട്ട് എന്താ ശ്രുതി, നീ എന്താ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാതിരിക്കണേ? നീക്ക് ഒന്നുമില്ല, വിഷമിച്ചിരിക്കണോ? എന്തിനാ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കും. അത് പിന്നെ ശ്രുതിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. ശ്രുതിയുടെ കാര്യം ഓർത്തിട്ട് ടെൻഷൻ അടിക്കുന്നത്. ഓ, ആ കാര്യം ഓർത്തിട്ട് എന്തിനാ ടെൻഷൻ അടിക്കണ്ടേ? അതിന്റെ കാര്യം എന്താ? ഇതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേന്ന് ചോദിക്കുക. എന്നാലും എല്ലാവരുടെ മുന്നേ ഞാൻ നാണം കെട്ടില്ലേന്ന് ചോദിക്കുക. അതാണോ? നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലായിരുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ മുറിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് തീർക്കേണ്ടതല്ലേ? അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതൊന്നും ഓർത്ത് അത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാ. ഇപ്പൊ ഞാനും ശ്രീകാന്തും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മുറിക്കുള്ളിൽ തന്നെ തീരണം. അത് പിന്നെ പുറത്തു വന്ന് ചർച്ച ചെയ്ത് അത് വലിയ പ്രശ്നമാക്കി മാറ്റേണ്ട കാര്യമില്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ തന്നെ എൻ്റെ മനസ്സിലാഗ്രഹം. പക്ഷേ എങ്കിൽ സുധി അത് മറച്ചു വെച്ചോണ്ടാ പാർക്കിൽ പോയിരുന്ന സമയത്ത് എന്നോട് ജോലി ഇല്ലാന്ന് പറയുവായിരുന്നെങ്കിൽ ഞാനത് വേണ്ട പോലെ കൈകാര്യം ചെയ്തതെന്ന് പറയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും ദിനം വിഷമിക്കണേ? സുധിക്ക് ഒരു ജോലി ഇല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തിക്കൂടെന്ന് ചോദിക്കുക. ഈ സമയം ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. രണ്ടുപേരും കൂടെ എന്താ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ മുറിയിലേക്ക് കയറിയിട്ട്. എന്താന്ന് കേൾക്കാം എന്ന് വിചാരിച്ച് ചന്ദ്രമതി ചെവി വട്ടം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് വർഷ ശ്രുതിയോട് പറയുന്നത്, അല്ല സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തിയ പോരെ, ഇങ്ങനെ അലയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കുക. സ്വന്തമായിട്ട് ബിസിനസ് നടത്താൻ? അതെ, ഇപ്പൊ ശ്രുതിക്കാണെങ്കിൽ ബ്യൂട്ടി പാർലറുണ്ട്. അപ്പൊ 1-2 ബ്രാഞ്ചും കൂടെ തുടങ്ങുകയാണെങ്കിൽ അതില് ഒന്നില് സുധിനെ കൊണ്ട് ക്യാഷ് കൗണ്ടറിലാണല്ലോ ഇരുത്താലോ. അതൊരു നല്ല കാര്യമില്ലേ സ്വന്തമായിട്ട് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടേ. പിന്നെ നിനക്ക് ഓരോ ബിസിനസ് വേണേൽ തുടങ്ങാലോ എന്ന് പറയാം. ഞാൻ തന്നെ ഇപ്പോഴാ ബ്യൂട്ടി പാർലർ തുടങ്ങിയിരിക്കുന്നത്. അധികം നാളൊന്നും ആയല്ലോ, ബ്രാഞ്ചസൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള സമയമായില്ലെന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യാം, സുധിക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ പറയണം. അല്ല, അതിനൊക്കെ കുറെ പൈസ ആവൂലേ? എന്തിന്? പൈസ ആയാലും കുഴപ്പമില്ല, അച്ഛൻ മലേഷ്യയിലല്ലേ ഉള്ളത്. അങ്ങനെയാണെ പിന്നെ മലേഷ്യയിൽ നിന്ന് അച്ഛനോട് പറഞ്ഞ അച്ഛൻ പണം തരത്തില്ലേ? അപ്പൊ സുധിക്ക് ഒരു സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ ഈ വല്ലവരുടെയും കീഴിൽ പോയി കിടന്ന് ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വർഷ പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതിക്കാണ് ആകെപ്പാട് ടെൻഷനായി. തനിക്ക് മലേഷ്യയിലും ആരുമില്ല, അല്ലെങ്കിൽ തന്നെ ബ്യൂട്ടി പാർലർ പോലും സ്വന്തമില്ല എന്നുള്ള കാര്യം എങ്ങനെയാ പറയണേ? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? ഉറപ്പായിട്ട് താൻ വീടിന് പുറത്താവും. അതൊരു കാരണവശാലും പാടില്ല. അപ്പോഴേക്കും ചന്ദ്രമതി ഓടിക്കറിയും കൊണ്ട് വന്നു. ചന്ദ്രമതി അവിടെ ശരിയാ മോള് പറഞ്ഞ കാര്യം. മോളുടെ അച്ഛൻ എന്താണെങ്കിലും വലിയ മലേഷ്യയിലല്ലേ, ബിസിനസ്സുകാരനല്ലേ. അപ്പൊ അച്ഛനോട് പറഞ്ഞാൽ കുറച്ച് പണം തരികയല്ലേ? സുധിയെ ഒരു ബിസിനസ്സുകാരനാക്കി നമുക്ക് മാറ്റാന്ന് പറയണം. അതാണ് പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ലോ. 4 ആളുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കുകയും ചെയ്യാന്ന് പറയാം. അത് പിന്നെ അമ്മേ, അച്ഛനും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാലോ. അപ്പൊ അച്ഛനോട് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയാം. പെട്ടെന്ന് വർഷം പറഞ്ഞു, വേറെ റിലേറ്റീവ്സ് ആരും ഇല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അയ്യോ ഇന്നാളൊരു ചെറിയച്ഛൻ വന്നില്ലായിരുന്നോ? ചെറിയച്ഛന്റെ പേരെന്താ? ഓ, അരവിന്ദൻ. അങ്ങനെയാണെങ്കിൽ അരവിന്ദനോട് ചോദിച്ചാൽ പോരെ, അരവിന്ദൻ എന്നോട് പണമൊക്കെ തരില്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം ശ്രുതി പെട്ടു. ദൈവമേ, എന്താ അത്? പിന്നെ ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല ആന്റി, അതുകൊണ്ടാ എനിക്ക് അതിനോടും താല്പര്യമില്ല. പിന്നെ ശ്രുതിയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ ശ്രുതി എവിടെ ചെന്നിട്ട് ഒരു പിടിച്ചു നിൽക്കില്ല. ശ്രുതി സ്വന്തം ഇഷ്ടപ്രകാരം ഓടിച്ചാടി നടക്കുന്ന ആളാ. അപ്പൊ അതുകൊണ്ട് ഒരു ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര കെയറും കൂടി ചെയ്യേണ്ട കാര്യങ്ങളാ. അപ്പൊ ഇത്രയും കൂടി ഒരു ഉത്തരവാദിത്തമായിട്ട് എവിടെയെങ്കിലും ഒരു കമ്പനിയിലൊക്കെ നിന്ന് ഒരു പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം മതി സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ. അങ്ങനെ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയാം. അല്ലെങ്കിൽ ശ്രുതിക്ക് ഇച്ചിരി എടുത്തയാട്ടം കൂടുതലായതുകൊണ്ട് ആ ജോലിയും കളയും. അല്ലെങ്കിൽ കമ്പനി ഉടൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവസാനം കമ്പനി പൂട്ടി കെട്ടേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അതിൻ്റെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം അതിനെക്കുറിച്ചും ചിന്തിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. ആ സമയം ചന്ദ്രമതി വർഷയോട് പറഞ്ഞു, മോളെ ഇടയ്ക്കിടയ്ക്ക് നീ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. എങ്കിൽ മാത്രമേ ഇപ്പം ഈ പറയുന്ന ശ്രുതിക്കാണേലും നല്ലൊരു ബിസിനസ് തുടങ്ങാനായിട്ടൊക്കെ പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വർഷ പറഞ്ഞു, ആ ശരി ആൻറ്റി എന്ന് പറഞ്ഞ് വർഷ അങ്ങോട്ടേക്ക് പോവാണ്.
ഈ സമയം ശ്രുതിക്ക് ആകപ്പാട് ടെൻഷനായി. ശ്രുതി വന്നിട്ട് ശ്രുതിയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ്. ഇന്റർവ്യൂവിന് 2-3 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഇതായിട്ട് ഒന്നും ശരിയായില്ലെന്ന് പറയാം, 1-2 എണ്ണം നോക്കട്ടെ എന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുവാണ്. ശ്രുതിക്ക് ആകപ്പാട് ടെൻഷനായി. വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മനസ്സിൽ. എങ്ങനെയാവും എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. പിന്നീട് കുറേ സമയം കഴിഞ്ഞു. കഴിഞ്ഞപ്പോഴത്തേനും വർഷയും ശ്രീകാന്തും പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ കോളിംഗ് ബെൽ അടിച്ച് കഴിയുമ്പോൾ ഓടിപ്പോയി ശ്രുതിയാണ് പോയി കഥ തുറക്കുന്നത്. അപ്പൊ ശ്രുതിയാന്ന് ഓർത്ത് പോയി തുറന്നാണ്. നിങ്ങളായിരുന്നു എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് വർഷിച്ചു, അല്ല പിന്നെ ആരെ ഓർത്തെ? ഞാനോർത്തു ശ്രുതി ആയിരിക്കും എന്ന് ഓർത്തു. ശ്രുതിക്ക് ഇനിയിപ്പം ജോലി എന്തെങ്കിലും കിട്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് വരുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് കഥയെ തുറന്നേന്ന് പറയണം. അതെ ഞങ്ങളായിരുന്നു പറയണം. അല്ല ഇപ്പം ജോലിയുടെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലോ, ഞാൻ രാവിലെ അതിനെക്കുറിച്ച് പറഞ്ഞല്ലേന്ന് ചോദിക്കും. അപ്പോഴേക്കും ചന്ദ്രമതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഈ സമയം വർഷ പറഞ്ഞു, എന്തിനാ ശ്രുതി ജോലി ഇല്ലാന്ന് പറഞ്ഞ് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. ഇവിടെ ഉള്ളവരുടെ സ്വഭാവം അറിയാലോ, ആ സച്ചിയൊക്കെ വെറുതെ ഇരുന്ന് ഓരോന്ന് കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കത് കേട്ടോണ്ടിരിക്കാനായിട്ട് പറ്റില്ല. സുധിയേട്ടനെ വെറുതെ നാണം കെടുത്തിക്കൊണ്ടിരിക്കും ജോലി ഇല്ലാന്നും പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാന്ന് പറയണം. അതിനിപ്പം സച്ചിയേട്ടൻ അത് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വർഷ പറയണം. കാരണം സച്ചിയേട്ടൻ ചെയ്യുന്ന ജോലിയും ഈ ജോലിയും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയാം. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഒരു ജോലി ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ കുറ്റം പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് ശ്രീകാന്തും പറയണം. ആ സമയത്താണ് രേവതി അത് കേട്ടോണ്ടും കൊണ്ടുവന്ന് രേവതി പറഞ്ഞു, അതെ സച്ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ സച്ചേട്ടൻ ഇവിടെ ഉള്ളപ്പോൾ പറഞ്ഞാൽ മതി, അല്ലാത്തപ്പോൾ പറയേണ്ട കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം ശ്രുതി ചോദിച്ചു, അതെന്താ അങ്ങനെ? ഞങ്ങൾ കുറ്റമൊന്നും പറഞ്ഞില്ല. കുറ്റമല്ലേ പറഞ്ഞേ? സച്ചേട്ടനും കൂടെ എന്തേലും അറിയാനും പറയാനുള്ളൂ, ഉള്ളപ്പോൾ പറയുന്നതല്ല നല്ലത്. ഉള്ളപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല, ഇല്ലാത്തപ്പോൾ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ടുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്, നീ എന്താടി കൂടുതൽ കളിക്കുന്നേ? നീ എന്താ വലിയ ആളാവുന്നേ? പിന്നെ അവളുടെ ഒരു ഭർത്താവിന്റെ ഒരു മേന്മ പറയണേ. അവളുടെ ഭർത്താവ് വലിയ ആളാന്ന് അവളുടെ വിചാരം. എടി നിന്റെ ഭർത്താവ് മറ്റേ വണ്ടി ഓടിക്കാൻ പോവല്ലേ, അല്ലാതെ വല്ല കളക്ടർ ഉദ്യോഗത്തിനൊന്നും പോവല്ലോ. അമ്മേ കളക്ടർ ഉദ്യോഗം ആണെങ്കിലും വണ്ടി ഓടിക്കാൻ പോണേ അതിന് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ. വണ്ടി ഓടിക്കാൻ പോകുന്നതിന് എന്താ കുഴപ്പമിരിക്കണം എന്ന് വെക്കുക, നല്ല അന്തസ്സുള്ള ജോലിയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, പിന്നെ അതുകൊണ്ടായിരിക്കും മിക്കവാറും ശ്രുതിനെയും കൂടെ ആ ജോലിയിലേക്ക് ക്ഷണിച്ചത്. ജോലി കിട്ടിയില്ലെങ്കിൽ വാ, വേറെ ജോലി ഇല്ലെങ്കിൽ കാർ ഓടിക്കാന്നൊക്കെ. അതിൻ്റെ ശ്രുതിനെയൊന്നും കിട്ടത്തൊന്നുമില്ല. ഇങ്ങനെ ഡ്രൈവിംഗ് പണിക്ക് പോകാനാണെങ്കിൽ ശ്രുതി ഇത്ര ഡിഗ്രി ഒന്നും വെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതുകൊണ്ട് കാര്യമില്ല ഡിഗ്രി എടുത്തേല്, കുറെ ഡിഗ്രി കയ്യിലിടുന്ന് പറഞ്ഞിട്ട് ജോലി ഇല്ലെങ്കിൽ അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ ശ്രുതി എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പം ശ്രുതിയുടെ മുഖം കൊണ്ട് താണു. ശ്രുതിക്ക് എന്ത് മറുപടി പറയുന്നില്ല. ചന്ദ്രമതി പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ. ഇതേ ഇവളുടെ ഭർത്താവ് സച്ചിയും കണക്കാ, എൻ്റെ ഭർത്താവും കണക്കാ. 2 പേർക്കും ഒരാൾക്ക് കാർ ഓടിക്കുന്ന ജോലിയാണെങ്കിൽ ഒരാൾക്ക് ബസ് ഓടിക്കുന്നതായിരുന്നു. എനിക്കാണെങ്കിൽ വല്ല പുറത്തൊക്കെ പോകുന്ന സമയത്ത് നാണക്കേടായിരുന്നു. ഈ KSRTC ഡ്രൈവർ എൻ്റെ ഭർത്താവെന്ന് പറയാൻ പോലും എന്ന് പറയണ. ഈ സമയത്താണ് സച്ചിൻ രവീന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ കേട്ടു ഈ പറയുന്നതൊക്കെ. പെട്ടെന്ന് തന്നെ സച്ചിൻ രവീന്ദ്രൻ പറഞ്ഞു, കേട്ടില്ല അച്ഛാ, അച്ഛനില്ലാത്ത സമയത്ത് അമ്മ പറയുന്നതൊക്കെ കേട്ടില്ലെന്ന് ചോദിക്കുകയാണ്. അച്ഛൻ്റെ കുറ്റം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയാം. അങ്ങനെ അവരകത്തേക്ക് വരുവാണ്. ഈ സമയം സച്ചി ചോദിച്ചു, എന്താ ഡ്രൈവർ പണിക്ക് ഇത്ര വലിയ കുഴപ്പമെന്ന് ചോദിക്കുക. അതെ എല്ലാ പണിക്കും നല്ല അതിൻ്റെതായ മേന്മകളുണ്ട്. അല്ലാതെ വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരിടത്തും ഒന്നും എഴുതി വെച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ നല്ല അന്തസ്സായിട്ടാ KSRTC ഡ്രൈവർ ആയിട്ടിരുന്നേ. അതുകൊണ്ട് എന്താ കുടുംബം പുലർത്തില്ലേ, ഞങ്ങൾ 3 മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയില്ലേ, ഇതൊക്കെ അച്ഛൻ്റെ ജോലിയും കൊണ്ടല്ലേ. എന്നിട്ട് അമ്മയ്ക്ക് ഇപ്പം നാണം ഉണ്ടോ ഇങ്ങനെയൊക്കെ പറയാനെന്ന് ചോദിക്കുക. ഇത് കേട്ടോ ചന്ദ്രമതി പറഞ്ഞു, ഞാനെന്ത് പറഞ്ഞെന്നാ, കൂടുതലൊന്നും പറയണ്ട, ഞങ്ങളെല്ലാം കേട്ടെന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ ആ ജോലിക്കൊന്നും ഒരു കുഴപ്പമില്ല, എനിക്കറിയാം. നീ മുമ്പ് കാണിച്ചുകൊണ്ടിരുന്ന എന്താന്ന്. ഞാൻ രണ്ടുപേരും എവിടെയെങ്കിലും ഫംഗ്ഷന് പോവാണെങ്കിൽ തന്നെ ഇവളെന്താ പറയണമെന്നറിയോ? ജോലി എന്താന്ന് ചോദിച്ചുമ്പോൾ ഇവള് പറയും ഭർത്താവിന് ഗവൺമെന്റ് ജോലിയാന്ന് പറയും. പക്ഷെ KSRTC ഡ്രൈവറാന്നോ അങ്ങനെ ഒന്നും പറയാറില്ലെന്ന് പറയാണ്. കാരണം KSRTC ഡ്രൈവറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനക്കേടാണല്ലോന്ന് ഓർത്തിട്ടായിരിക്കും അങ്ങനെ പറയായിരുന്നേ. അല്ലേ ചന്ദ്രനെന്ന് ചോദിക്കാറ്. ചന്ദ്രമതി പറഞ്ഞു, രവിയേട്ടൻ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട. നീ ചിലപ്പം ഓരോ തൊഴിലിനെ അതിൻ്റെ ഇതിലായിട്ടാ കാണുന്നേ. പക്ഷെ അങ്ങനെയല്ല, ഓരോരുത്തർക്കും അവരുടെ തൊഴിലെന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. ഒരു തൊഴിലിനെ പോലും പുച്ഛിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, ശരിയാ അച്ഛൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം, അതോ ഞാനും പറയണുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. ഒരാളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അയാളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് കുഴപ്പമില്ല, അല്ലാതെ അയാൾ ഇല്ലാത്ത സമയത്ത് അയാളെ കുറിച്ച് കുറ്റം പറയുന്നത് വെച്ചാൽ ശരിയായ കാര്യമൊന്നും അല്ലെന്ന് പറയണം. ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി പറഞ്ഞു, വേണ്ട നീ കൂടുതൽ അങ്ങോട്ട് പറയൊന്നും വേണ്ടാന്ന് പറയാണ്, അല്ലെങ്കിൽ തന്നെ നിന്റെ നാവടക്കി വെച്ചോളനൊക്കെ പറയാണ്. ഈ സമയത്ത് സച്ചി രേവതിയും കൂടെ വരാൻ പറയണേ. എന്താ നിനക്ക് വേണ്ടിയിട്ട് ഞാനിത് എന്താ കൊണ്ടുവന്നത് നോക്കാൻ പറയാണ്.
എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? അതൊക്കെ ഉണ്ട് എന്ന് പറയാണ്. എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഏതാണ്ട് വലിയ കനകക്കട്ട കൊണ്ടുവന്നിരിക്കുന്ന പോലെ അല്ലേ എന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുധിയും കൂടെ വന്നു. സുധി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, ഇതേ മോളെ സുധി വന്നേക്കെന്ന് പറയണം. അവന്റെ മുഖം കണ്ടിട്ട് ജോലി കിട്ടിയ ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയാം. തൽക്കാലത്തേക്ക് നീ അവനോടൊന്നും ചോദിക്കാൻ പോകണമെന്ന് പറയണം. പിന്നീട് ശ്രുതി വന്നിട്ട് ചോദിച്ചു, അതെ ചായ എന്തെങ്കിലും എടുക്കട്ടെ നീക്കേ? ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ഇരിക്കട്ടെ എന്ന് പറയണം. അപ്പോഴേക്ക് സച്ചി വന്നിട്ട് പറഞ്ഞു, ഓ ജോലിക്ക് പോയ ആള് എന്താ മടുത്ത് പോയെന്ന് ചോദിക്കണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ അവൻ ഇന്റർവ്യൂവിന് പോയതല്ലേ. ഓ ഇന്റർവ്യൂവിന് പോയാൽ മടുക്കുവോ? സാധാരണഗതിയിൽ ജോലിക്ക് പോയാൽ എല്ലാവരും മടുക്കുന്നേ. ഇന്റർവ്യൂവിന് പോയി മടുത്തെന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നതാന്ന് പറയാം. വേണ്ട വേണ്ട, നീ അധികം കൂടുതലൊന്നും പറയണ്ട സച്ചി. ഓ ഇപ്പൊ ജോലി കിട്ടിയിരുന്നോർത്ത് അവന് നാളെ ആണെങ്കിൽ നല്ല ഒന്നാം തരം ഒരു ജോലി കിട്ടും, അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം സുധി പറഞ്ഞു, ശരിയാ അമ്മ പറഞ്ഞത്. എടാ ഇന്നൊരു ദിവസം എനിക്ക് ഇന്റർവ്യൂവിൽ ജോലി കിട്ടിയില്ലെന്ന് ഓർത്തിട്ട് നാളെ എനിക്ക് കിട്ടായികയൊന്നുമില്ല. നാളെ എനിക്ക് നല്ല ജോലി തന്നെ കിട്ടുമെന്ന് പറയാം. പിന്നെ നിന്റെ കയ്യിലിപ്പം സ്വഭാവം വെച്ച് നിനക്കിപ്പോൾ കിട്ടും, ഭയങ്കര നല്ല ജോലി കിട്ടുമെന്ന് പറയണം. ഈ സമയം രേവതി സച്ചേനെ ഇങ്ങോട്ട് വരാൻ പറയണം. വരാം, അതിനു മുമ്പായിട്ട് ഇങ്ങ് നോക്കിയേ, ഇതെന്താണെന്നറിയാവോ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴിക്കോടൻ അലുവയാന്ന് പറയണം. കോഴിക്കോടൻ അലുവയെ? അതെ, നിനക്ക് വേണ്ടി ആ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാ എൻ്റെ കയ്യിലിരുന്ന പൈസ കൊടുത്തിട്ട്. ഡ്രൈവർ പണിയാണെങ്കിലേ ഡ്രൈവർ പണിയിൽ നിന്ന് കിട്ടുന്ന പൈസ തന്നെയാന്ന് പറയണം. അതുകൊണ്ട് ആ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നാ നീ ഇത് കഴിക്കാൻ വേണം. സച്ചേട്ടൻ ഇങ്ങോട്ട് വന്ന് ഇത് എന്താ കാണിക്കണമെന്ന് ചോദിക്കുക. എല്ലാവർക്കും കൊടുത്തു വേണ്ടേ? ഇപ്പൊ തൽക്കാലത്തേക്ക് ആർക്കും കൊടുക്കണ്ട. ഇവിടെയുള്ള എല്ലാവർക്കും ഇച്ചിരി കൊമ്പും അഹങ്കാരം കൂടല്ല. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാ നീ കഴിച്ചാൽ മതി എന്ന് പറയണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സമതലേറ്റ് പോലെ ചന്ദ്രമതിയൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.